നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷയ്ക്ക് 99.47% വിജയം. 20,527 പേർ പരീക്ഷ എഴുതിയതിൽ 20,418 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 1,193 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ജംഗ്ഷനിൽ തലപ്പാടി ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ KSRTC ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറാതെ അണ്ടർപാസിന് സമീപം നിർത്തുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നു. ഹൈവേ വികസനം വന്നതോടെ അണ്ടർപാസിന് സമീപം ബസ്സുകൾ അലക്ഷ്യമായി നിർത്തുന്നത് മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നിസ്വ വിമൻസ് അക്കാദമി ഇട്ടമ്മൽ കൊളവയൽ സംഘടിപ്പിച്ച വനിതാ സംഗമം വിവിധ പരിപാടികളോട് ശ്രദ്ധേയമായി. വിദ്യാഭ്യാസം, ആത്മീയത, സാമൂഹിക ബോധവൽക്കരണം എന്നിവ സമന്വയിപ്പിച്ച സംഗമം വനിതകളുടെ വലിയ പങ്കാളിത്തത്തിന് വേദിയായി. ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണവും മഴക്കാല പൂർവ്വ ശുചീകരണവും സംഘടിപ്പിച്ചു. ആറങ്ങാടിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ മടിയൻകൂലം കലശോത്സവം മെയ് 22, 23 തീയതികളിൽ നടക്കും. ഓലകൊത്തൽ ചടങ്ങ് 19 നടക്കും. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന വുഷു മത്സരം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷയ്ക്ക് 99.47% വിജയം. 20,527 പേർ പരീക്ഷ എഴുതിയതിൽ 20,418 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 1,193 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. ജില്ലയിൽ SSLC പരീക്ഷയ്ക്ക് 99.47% വിജയം. ജില്ലയിൽ നിന്ന് ആകെ 20,527 പേർ പരീക്ഷ എഴുതിയതിൽ 20,418 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. ഇതിൽ 1,193 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. കഴിഞ്ഞ വർഷം 20,400 പേർ പരീക്ഷ എഴുതിയതിൽ 20,311 പേർ ഉപരിപഠനത്തിന് അർഹത നേടിയിരുന്നു. സംസ്ഥാനത്തിലെ വിജയശതമാനം നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ കാസർഗോഡിന് പിന്നിലാണ്. 10,624 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 10,547 പേരും 9,903 പെൺകുട്ടികളിൽ 9,871 പേരും ഉപരിപഠനത്തിന് അർഹത നേടി. ഇത്തവണ 123 സ്കൂളുകൾ 100% വിജയം നേടി. കഴിഞ്ഞ വർഷം 130 സ്കൂളുകൾക്കായിരുന്നു 100% വിജയം. എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇത്തവണ മുൻവർഷത്തിന്റെ പകുതിയോളമായി കുറഞ്ഞു. ഇത്തവണ 1,193 പേർക്കാണ് എല്ലാ വിഷയത്തിലും A+ നേടാൻ സാധിച്ചത്. ഇതിൽ 385 പേർ ആൺകുട്ടികളും 808 പേർ പെൺകുട്ടികളുമാണ്. കഴിഞ്ഞ വർഷം 2,422 പേർക്കാണ് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചത്. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ 479 പേർക്കും കാഞ്ഞങ്ങാട് 714 പേർക്കുമാണ് ഇക്കുറി എല്ലാ വിഷയത്തിലും A+ ലഭിച്ചത്. SSLC പരീക്ഷയിൽ ജില്ലയിൽ നിന്ന് ഏറ്റവും കുറച്ചു പേർക്ക് A+ ലഭിച്ചത് കണക്കിനാണ്. 2,162 പേർക്ക് മാത്രമാണ് കണക്കിൽ മികവ് കാണിക്കാനായത്. ഒന്നാം ഭാഷയുടെ പേപ്പർ 1-നാണ് കൂടുതൽ പേർക്കും A+ ലഭിച്ചത്. 11,583 പേർക്ക്. കെമിസ്ട്രിക്ക് 2,834 പേർക്ക് മാത്രമാണ് A+. മാതൃഭാഷയിൽ മുന്നിലാണെങ്കിലും ഇംഗ്ലീഷിൽ A+ ലഭിച്ചത് 3,958 പേർക്ക് മാത്രമാണ്. സാമൂഹിക ശാസ്ത്രത്തിൽ 2,975 പേർക്കാണ് A+ ലഭിച്ചത്. ഹോസ്ദുർഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, രാംനഗർ സ്കൂൾ, ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഡോക്ടർ AGHSS കോടോത്ത്, GHSS പെരിയ, GHSS രാവണേശ്വരം, MPSG VHSS വെള്ളിക്കോത്ത് തുടങ്ങി ജില്ലയിൽ 123 സ്കൂളുകൾ 100% വിജയം സ്വന്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ജംഗ്ഷനിൽ തലപ്പാടി ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ KSRTC ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറാതെ അണ്ടർപാസിന് സമീപം നിർത്തുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നു. ഹൈവേ വികസനം വന്നതോടെ അണ്ടർപാസിന് സമീപം ബസ്സുകൾ അലക്ഷ്യമായി നിർത്തുന്നത് മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്.
ബസ്സുകളുടെ നിയമലംഘനം സംബന്ധിച്ച് നിരവധി തവണ പൊതുജനങ്ങളും നാട്ടുകാരും ബന്ധപ്പെട്ട അധികാരികളെയും പോലീസിനെയും സമീപിച്ചുവെങ്കിലും ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കുഞ്ചത്തൂർ മുസ്ലിം യൂത്ത് ലീഗ് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഭാരവാഹികളും രംഗത്തിറങ്ങിയത്. നിയമം ലംഘിച്ച് അണ്ടർപാസിന് സമീപം നിർത്തിയ ബസ്സുകൾ തടഞ്ഞു നിർത്തി ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി ബസ്സുകൾ കൃത്യമായി ബസ് സ്റ്റാൻഡിൽ തന്നെ നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അന്നി കുച്ചിക്കാട്, സാമൂഹിക പ്രവർത്തകനും വാർഡ് മെമ്പറുമായ ഇല്യാസ് തുമിനാട്, ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് നൌസിൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ബസ് ജീവനക്കാർ ഈ നിർദ്ദേശം പാലിക്കാൻ തയ്യാറാകണമെന്നും വരും ദിവസങ്ങളിലും നിയമലംഘനം തുടർന്നാൽ ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ടൗൺ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും അടിയന്തരമായി ഇടപെട്ട് കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ കുഞ്ചത്തൂർ അണ്ടർപാസിന്റെ അടുത്ത് നിർത്തുന്ന ബസ് അതായത് ബസ് സ്റ്റാൻഡിൽ നിർത്താൻ വേണ്ടിയിട്ട് രേഖമൂല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് അവഗണന സംഭവിച്ച കാരണങ്ങൾ ഉണ്ട്. നിലവിൽ സ്കൂൾ തുടങ്ങിയത് കൊണ്ട് ഇനി കുട്ടികൾക്കെല്ലാം അങ്ങോട്ടും ഇവിടെ കടക്കും വരെ പ്രശ്നങ്ങളാണ് മഴക്കാലത്തെല്ലാം. അതുപോലെ തന്നെ ഉദ്യാവറ, മഞ്ചേശ്വരം, ഒസങ്കടിയിലും പോലീസ് RTO എല്ലാം ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ അതായത് ബസ് സ്റ്റാൻഡിൽ നിർത്തില്ല എന്ന് കണ്ടാൽ കർശനമായ നടപടിയിലേക്ക് പഞ്ചായത്ത് പോകും. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പെട്രോൾ, ഡീസൽ, ഗ്യാസ് വില വർധന പിൻവലിക്കുക, ലേബർ കോഡ് വിജ്ഞാപനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. İnkılap zindabad. தொழிலாளி யூனியன் zindabad. İnkılap zindabad. CITU zindabad. Zindabad. Reçel Parti zindabad. Vatan Parti zindabad. Vatan Parti zindabad. Petrol and diesel. Petrol and diesel. Varga varga cylinder. Varga varga cylinder. Vilagal kuttara vardipicha. Vilagal kuttara vardipicha. Kendra sarkar nayathilade. Kendra sarkar nayathilade. Reçel Parti zindabad. Reçel Parti zindabad. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ഏരിയ സെക്രട്ടറിയുമായ AR ധന്യവാദ് ഉദ്ഘാടനം ചെയ്തു. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് എന്ന് പറയുന്നത് കൂനിന്മേൽ കുരുവെന്നതുപോലെ തൊഴിലാളികളെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 102 മുതൽ 105 രൂപ വരെ വേരിയേഷൻ കൂടി പോവുകയാണ്. ഈ രാജ്യത്തിനകത്ത് 122, 128, 132 ഡോളറിന് ക്രൂഡ് ഓയിൽ ബാരൽ ഡോളറിന് വിലയുണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയധികം വില വർധന ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നോക്കൂ, നമ്മുടെ കാസർഗോഡിനകത്ത് ഒരു ലിറ്റർ പെട്രോൾ വാങ്ങണമെങ്കിൽ 109 രൂപ 88 പൈസ കൊടുക്കണം. ഡീസൽ വാങ്ങണമെങ്കിൽ 99 രൂപ 72 പൈസ കൊടുക്കണം. 3 രൂപയാണ് ഒറ്റയടിക്ക് ഇവിടെ വില വർധന ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നിരത്തിലോടുന്ന ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഡീസൽ ഓടിക്കുന്ന ഓട്ടോയുണ്ട്, അതുപോലെ പെട്രോൾ ഉപയോഗപ്പെടുത്ത ഓട്ടോയുണ്ട്, CNG-യിലോടുന്ന ഓട്ടോയുണ്ട്, ഇപ്പോൾ വെള്ളത്തിൻ്റെ ഓട്ടോയും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. P. കുഞ്ഞിരാമൻ ചെർക്കള അധ്യക്ഷത വഹിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ഏരിയ സെക്രട്ടറി ഷാഫി ചാലക്കുന്ന് സ്വാഗതം പറഞ്ഞു. N. രാമൻ, രവി പെരുമ്പള, ആദം ഉപ്പള, യാക്കൂബ് 4 മൈൽ, ബാലൻ ബോവിക്കാനം, രവി നെല്ലിക്കുന്ന്, രാജൻ കോളിയടുക്കം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിസ്വ വിമൻസ് അക്കാദമി ഇട്ടമ്മൽ കൊളവയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം വിവിധ പരിപാടികളോടെ ശ്രദ്ധേയമായി. വിദ്യാഭ്യാസം, ആത്മീയത, സാമൂഹിക ബോധവൽക്കരണം എന്നിവ സമന്വയിപ്പിച്ച സംഗമം വനിതകളുടെ വലിയ പങ്കാളിത്തത്തിന് വേദിയായി.
നിസ്വ വിമൻസ് അക്കാദമി ഇട്ടമ്മൽ കൊളവയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. വിദ്യാഭ്യാസം, ആത്മീയത, സാമൂഹിക ബോധവൽക്കരണം എന്നിവ സമന്വയിച്ച സംഗമം വനിതകളുടെ വലിയ പങ്കാളിത്തത്തിന് വേദിയായി. പരിപാടിക്ക് ഹിർഷ KP സ്വാഗതം പറഞ്ഞു. വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനം ആയിഷ ഫർസാന നിർവഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സംഗമത്തിനാണ് കഴിഞ്ഞ ദിവസം ബിഗ് മോളിൽ വെച്ച് നടന്ന സന്നദ്ധാന സമ്മേളനം അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി മനോഹരമായി നടന്നു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് വനിതാ സംഗമവും ഇന്ന് രാത്രി ഇഷ്ക് മജ്‌ലിസും നാളെ വൈകുന്നേരം പൊതുസമ്മേളനവും നടത്തപ്പെടുന്നത്. നിസ്വയുടെ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നെങ്കിലും ഇപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ നല്ലൊരു രീതിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. വനിതാ സംഗമം എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആളുകളുണ്ടാവും, പല മേഖലകളിൽ ശോഭിക്കുന്നവരുണ്ടാവും. ഉദ്ഘാടന പ്രസംഗത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെയും അറിവോടെയും മറികടക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. വിദ്യാഭ്യാസം സ്ത്രീകളുടെ വ്യക്തിത്വ വളർച്ചയ്ക്കും സാമൂഹിക മുന്നേറ്റത്തിനും അനിവാര്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഹഫ്സത്ത് ടീച്ചർ ക്ലാസ് നയിച്ചു. ആത്മീയതയും അറിവും ജീവിതത്തിൽ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വിഷയത്തിൽ നടത്തിയ അവതരണം ശ്രദ്ധേയമായി. കുഞ്ഞാമിന സി ഉപഹാര സമർപ്പണം നടത്തി. അസ്മ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി റമദാൻ ക്വിസ് പ്രൈസ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും ലേഖന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്ത്രീകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വിദ്യാഭ്യാസ ബോധവൽക്കരണ അവതരണങ്ങളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ഫൗസിയ ടീച്ചർ, സഫീറ ഹുസൈൻ, ഷാക്കിറ KC, ഫാത്തിമ PM, ഖൈറുന്നിസ കമാൽ, ഹാജറ സലാം, ആയിഷ പാലക്കി, മൈമൂന, നഫീസ, സക്കീന, സൈഫുന്നിസ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണവും മഴക്കാലപൂർവ്വ ശുചീകരണവും സംഘടിപ്പിച്ചു. ആറങ്ങാടിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആശുപത്രിയുടെയും 15-ാം വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജനകീയ ശുചീകരണ കൂട്ടായ്മയും ഗൃഹസന്ദർശനവും ബോധവൽക്കരണ ലഘുലേഖ വിതരണവും കൊതുക് കൂത്താടി നിരീക്ഷണവും സംഘടിപ്പിച്ചു. ആറങ്ങാടിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാഞ്ഞങ്ങാട് നഗരസഭയുടെ 15-ാം വാർഡ്, കാഞ്ഞങ്ങാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ്റെ വാർഡും കൂടിയാണ് 15-ാം വാർഡ് കൗവായി. ഈ വാർഡിനകത്താണ് ഇന്നത്തെ ശുചീകരണ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഡെങ്കിപ്പനി ദിനാചരണമായിട്ട് ഇന്ന് ആചരിക്കുകയാണ്. ഡെങ്കി പോലുള്ള രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത് മാലിന്യ കൂമ്പാരങ്ങളിലൂടെ ഉണ്ടാക്കുന്ന വൈറസ് മുഖാന്തരമാണ്. രോഗം വന്നിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് എല്ലാ വാർഡിനകത്തും നടക്കുകയാണ്. ഇന്ന് കൗവായി വാർഡിലാണ് ഇന്നത്തെ പ്രവൃത്തി. ഈ പ്രവൃത്തിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളാണ് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കല്ലാതെ വേറൊരു മാർഗ്ഗം ഞാനിതിൽ കാണുന്നില്ല. അപ്പോൾ കൃത്യമായി നല്ല ബോധവൽക്കരണം എല്ലാ വാർഡിനകത്തുണ്ടാകണം. മികച്ച വാർഡിന് നഗരസഭ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശുചീകരണത്തിലാണ് ഏറ്റവും പ്രധാനം. ശുചിത്വമുള്ള വാർഡാക്കി വാർഡിന് മാത്രമല്ല വീടിനും സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ തരാം. നിങ്ങൾ മികച്ച വാർഡാക്കി, മുമ്പ് 2015-ൽ 1,00,000 രൂപ സമ്മാനം കൊടുത്ത അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ഇക്കുറിയും തുക ഒട്ടും കുറക്കുന്നില്ല. മികച്ച വാർഡാക്കി മാറ്റിയാൽ ആകർഷകമായ സമ്മാനം വാർഡിന് മാത്രമല്ല വീടിനും നൽകും. പിന്നെ മാലിന്യം കൊണ്ടിടുന്ന ആളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. നിങ്ങൾ അവരോട് സംസാരിക്കാനൊന്നും പോകേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ അമർത്തിയാൽ ഫോട്ടോ വരും. ആ ഫോട്ടോ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്താൽ ആരാണോ ഫോട്ടോ അയച്ചു കൊടുത്തത് അവരുടെ അക്കൗണ്ടിനകത്തേക്ക് 2,500 രൂപ വരും. 2,500 രൂപ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ 2,500 രൂപ അക്കൗണ്ടിൽ കിട്ടും. ആരെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ ആ ഫോട്ടോ എടുത്ത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുക. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
ഹെൽത്ത് ഇൻസ്പെക്ടർ പി മുരളീധരൻ ദിനാചരണ സന്ദേശം നൽകി. എൽ നാസർ, പി കെ ബാലകൃഷ്ണൻ, സുബിൻ നിലാങ്കര, കെ സന്ധ്യ, കെ റസിയ, എം സുമതി, പി ശോഭന എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ ശ്രീകുമാർ സ്വാഗതവും ടി പുഷ്പ നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി തുടർ ശുചീകരണ പ്രവർത്തനങ്ങളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മടിയൻകൂലം കലശോത്സവം മെയ് 22, 23 തീയതികളിൽ നടക്കും. ഓലകൊത്തൽ ചടങ്ങ് 19 നടക്കും. ഉത്തര മലബാറിലെ ആരാധനാലയങ്ങളിൽ ചരിത്രപ്രസിദ്ധമായതും ആചാര അനുഷ്ഠാനങ്ങളാൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവം മെയ് 22, 23 തീയതികളിൽ നടക്കും. പൗരാണിക ആചാരങ്ങളും വിശ്വാസവും ഒത്തുചേരുന്ന ഈ മഹോത്സവത്തിന്റെ അകത്തെ കലശ ചടങ്ങുകൾ മെയ് 22-നും പുറത്തെ കലശ ചടങ്ങുകൾ മെയ് 23-നും നടക്കും. കലശോത്സവത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഓലകൊത്തൽ ചടങ്ങ് മെയ് 19 ചൊവ്വാഴ്ച രാവിലെ 7:50 മുതൽ 8:40 വരെ അടോട്ട് മൂത്തേടത്ത് കുതിര, കിഴക്കുംകര, എളയെടുത്ത് കുതിര എന്നിവിടങ്ങളിൽ ആചാരവിധിപ്രകാരം നടക്കും. ക്ഷേത്രത്തിൽ ശനിയാഴ്ച നടന്ന പ്രശ്നചിന്തയുടെ അടിസ്ഥാനത്തിൽ ജന്മകണിശൻ വിനോദ് കപ്പണക്കാൽ ഓലക്കൊത്തലിന്റെയും കലശോത്സവത്തിന്റെയും നാളുകൾ നിർണയിച്ചു. 1201 ഇടവമാസം 8-9, 2026 മെയ് മാസം 22, 23 വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കലശോത്സവം. 1201 ഇടവമാസം 5-ാം തീയതി ചൊവ്വാഴ്ച പകൽ 19/5/2026 7:50 മുതൽ 8:10 വരെ മകീരം 4-ാം കാല മിഥുനരാശി സമയം അടയിട്ട് മുത്തെടുത്ത് കുതിരയിൽ ഓലകൊത്താൻ ശുഭം. 1201 ഇടവമാസം 5-ന് ചൊവ്വാഴ്ച പകൽ 19/5/2026 പകൽ 8:15 മുതൽ 8:40 വരെ മകീരം 4-ാം കാല മിഥുനരാശി സമയം പുള്ളിക്കരിങ്കാളിമേരെടുത്ത് ഓലകൊത്താൻ ശുഭം. ചടങ്ങിൽ മുലച്ചേരി നായരച്ചൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ, ട്രസ്റ്റി ബോർഡ് അംഗം NV ബേബിരാജ്, കുമണാർ കളരി മൂത്തകുരിക്കൽ, മടിയൻ കർണമൂർത്തി, മടിയൻ ചിങ്കം, മടിയൻ പുല്ലൂരാൻ, പാറക്കാടൻ, പടിഞ്ഞാറ്റൻ, ആലന്തട്ട ആശാരി, കലശം എഴുന്നള്ളിക്കുന്ന കളരിയിലുള്ളവർ, ആചാരസ്ഥാനികർ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പൗരാണിക ആചാരങ്ങളും വിശ്വാസവും ഒത്തുചേരുന്ന ഈ മഹോത്സവത്തിൽ മെയ് 22-ന് അകത്തെ കലശനാളിൽ രാത്രി പെരളം വയലിൽ കലശം, അടോട്ട് മൂത്തേടത്ത് കുതിര കലശം, കിഴക്കുംകര എളയെടുത്ത് കുതിര കലശം എന്നീ 3 കലശങ്ങളും മണാളൻ, മണാട്ടി, മാഞ്ഞാളമ്മ എന്നീ 3 തെയ്യങ്ങളും അരങ്ങിലെത്തും. മെയ് 23 പുറത്തെ കലശനാളിൽ വൈകിട്ട് പെരളം വയലിൽ, അടോട്ട് മൂത്തേടത്ത് കുതിര എന്നിവിടങ്ങളിലെ ഓരോ കലശവും, കിഴക്കുംകര എളയെടുത്ത് കുതിര മടിക്കൈ പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്ര കളരിയിലെ 2 കലശങ്ങളുമടക്കം 6 കലശങ്ങൾ ഭക്തജന ആരവത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തെ വലം വയ്ക്കുന്നതോടൊപ്പം ക്ഷേത്രപാലകൻ, കാളരാത്രി, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളും അരങ്ങിലെത്തും. ഒപ്പം മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ സമർപ്പണവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും.
ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ, സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്, പ്ലൈവുഡ്, കിച്ചൺ ക്യാബിനറ്റ്, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന വുഷു മത്സരം ശ്രദ്ധേയമായി. ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മാർഷൽ ആർട്ട് ഫെസ്റ്റ് നടക്കുന്ന കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വുഷു മത്സരം ശ്രദ്ധേയമായി. ചൈനയിൽ രൂപം കൊണ്ട ആയോധന കലയാണ് വുഷു. താവോലു, സാൻഷു എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ. ഒറ്റയ്ക്കുള്ള പ്രദർശന മത്സരമാണ് താവോലു. കൈപ്പയറ്റിനു പുറമെ വാളുകൾ, കുന്തം, വടി എന്നിവ ഉപയോഗിക്കും. 2 പേർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സര ഇനമാണ് സാൻഷു. ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, ഗുസ്തി എന്നിവ ചേർന്ന രൂപമാണിത്. നിശ്ചിത സമയത്തിനുള്ളിൽ എതിരാളിയെ ഇടിച്ചിടുകയോ ശരീരഭാഗങ്ങളിൽ ഇടിച്ച് മികച്ച സ്കോർ നേടുകയോ ചെയ്യുന്നയാളാണ് വിജയി. സംസ്ഥാന മാർഷൽ ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന വുഷു മത്സരം കാണികളിൽ കൗതുകം പടർത്തി. ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ മാർഷൽ ആർട്സ് ഫെസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് 16-ാം തീയതി വുഷു മത്സരമാണ് നടക്കുന്നത്. വുഷു മത്സരം ഉദ്ഘാടനം ചെയ്യാൻ വുഷു അസോസിയേഷൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിച്ചേർന്നു. ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. സന്തോഷമുണ്ട്. ഒളിമ്പിക് അസോസിയേഷൻ, കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറി അച്യുതൻ മാസ്റ്റർ. വളരെ ആവേശകരമായിട്ട് നമ്മുടെ മത്സരങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ 14-ാം തീയതി തുടങ്ങി ഇന്ന് 3-ാം ദിവസം വുഷു നടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ടിട്ട് കളരിപ്പയറ്റ് നടക്കും. അതുപോലെ തന്നെ നാളെ ബോക്സിങ്, ആം റെസ്ലിംഗ്, ജൂഡോ. അവസാനത്തെ 2 ദിവസം 18, 19 തീയതികളായിട്ട് കൈക്കൊണ്ട മത്സരങ്ങളാണ്. ഇന്ന് വൈകുന്നേരം നമ്മുടെ നിയുക്ത MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വിജയത്തിലുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. മെയ് 14 മുതൽ 19 വരെയാണ് ഈ സ്റ്റേറ്റ് മാർഷൽ ആർട്സ് കാഞ്ഞങ്ങാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് 3-ാം ദിവസമാണ്. ഇനി 3 ദിവസം കൂടെ ബാക്കിയുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച അതിനേക്കാളും വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് കായിക താരങ്ങളുടെ ഭാഗത്തുനിന്നും അതേപോലെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ MK രാജശേഖരൻ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ M അച്യുതൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ടൗണിലെ ഉയരവിളക്ക് പ്രവർത്തനയോഗ്യമാക്കണമെന്ന ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിയ യൂണിറ്റ് സമ്മേളനം നടന്നു. മാസങ്ങളോളമായി അടഞ്ഞുകിടക്കുന്ന പെരിയ ടൗണിലെ ഉയരവിളക്ക് പ്രവർത്തനയോഗ്യമാക്കണമെന്നും ദേശീയപാത വികസന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പെരിയ ടൗണിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പെരിയ ഒടയംചാൽ റോഡിന് ഓവുചാൽ നിർമ്മിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും പെരിയയിൽ മന്ദഗതിയിൽ നടക്കുന്ന സർവീസ് റോഡിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിയ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഡൽഹിയിൽ പോയി ഒരു ഐതിഹാസികമായ സമരം ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഏകദേശം 2000-ൽ പരം ആളുകൾ ഡൽഹിയിൽ പങ്കെടുത്ത് വലിയൊരു സമരം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഊന്നിക്കൊണ്ടായിരുന്നു. GSTയുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ ഫുഡ് സേഫ്റ്റി, പ്ലാസ്റ്റിക് നിരോധനം, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, വാടക നിയന്ത്രണ നിയമം, ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി സമരം ചെയ്തു. അതുപോലെ ഈ കേരള സർക്കാരിന് മുമ്പിലും കഴിഞ്ഞ 2025 ജനുവരിയിൽ നമുക്ക് ഇവിടുന്ന് ഒരു ജാഥ വിടും.
വ്യാപാര സംരക്ഷണ ജാഥ എന്ന പേരിൽ ജനുവരി 29-ാം തീയതി 29ഓളം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിലേക്ക് നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒരു സമരം ചെയ്തു. അപ്പോൾ ആ സമരത്തിൻ്റെ ഫലമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അത് പൂർണ്ണമായി നമുക്ക് ഇന്നും കിട്ടിയിട്ടില്ല. അന്നാ സമരം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചതിൽ 4ഓളം കാര്യങ്ങൾ പ്രത്യേകം കഴിഞ്ഞ സർക്കാർ ക്യാബിനറ്റ് ചേർന്ന് തീരുമാനമെടുത്ത് നമ്മൾ അറിയിച്ചു. പക്ഷെ അത് ഇന്നും തീരുമാനമായി വന്നിട്ടില്ല പ്രാബല്യത്തിൽ. അതായത് ഒരു വ്യാപാര മന്ത്രാലയം കുറേ വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്ന വ്യാപാരികൾക്ക് മാത്രമായി ഒരു വ്യാപാര മന്ത്രാലയം രൂപീകരിക്കണം. യൂണിറ്റ് പ്രസിഡന്റ് ഇ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ.ജെ. സജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര, ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ.പി. അബ്ദുൾ സത്താർ, കെ.വി. ബാലകൃഷ്ണൻ, സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ഷാഫി, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എൻ. സുരേഷ് കുമാർ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ബേബി മധു എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബാബു എം.വി. അനുശോചന പ്രമേയവും വൈസ് പ്രസിഡന്റ് രാജൻ മാരുതി പൊതുയോഗ പ്രമേയവും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി 2024-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം.വി. സുഗതകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ. രമേഷ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം.ടി. കലാധരൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ഇ നാരായണനെ പ്രസിഡന്റായും കെ. രമേഷ് കുമാറിനെ സെക്രട്ടറിയായും എം.വി. സുഗതകുമാറിനെ ട്രഷററായും ജില്ലാ കൌൺസിൽ അംഗങ്ങളായി കുഞ്ഞിരാമൻ ആകാശ്, കെ.പി. അബ്ദുൾ സത്താർ എന്നിവരെയും 20-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മർഹൂം കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി തലമുറ കുടുംബ സഹായ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലമുറ കുടുംബത്തിൽ മരണമടഞ്ഞ CH റഹീം, കല്ലായി അബ്ദുൽ ഖാദർ ഹാജി, CH ആലിക്കുട്ടി ഹാജി എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥനാ മജ്ലിസും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് തെക്കേപ്പുറം റോയൽ റെസിഡൻസിയിലെ കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത്. മർഹൂം കാഞ്ഞങ്ങാട് മുഹമ്മദ് ഹാജി തലമുറ കുടുംബ സഹായ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലമുറ കുടുംബത്തിൽ മരണമടഞ്ഞ CH റഹീം, കല്ലായി അബ്ദുൽ ഖാദർ ഹാജി, CH ആലിക്കുട്ടി ഹാജി എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥനാ മജ്ലിസും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് തെക്കേപ്പുറം റോയൽ റെസിഡൻസിയിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് ഹാജി അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പാർലടുക്കയിലെ വനിതാ ശരിയത്ത് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ അസീസ് അഷ്റഫി യോഗം ഉദ്ഘാടനവും പ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി. കാണുന്നതിന് പകരം മുഖം നോക്കാതെ നടന്നിരുന്ന കാഞ്ഞങ്ങാട് പരിസരത്തെ ഏറ്റവും പ്രബലമായ ഒരു കുടുംബം, ബഹുമാനപ്പെട്ടതോടെ പിതാമഹൻ അഹമ്മദ് ഹാജിയുടെ 2000-ഓ 3000-ഓളം വരുന്ന ആളുകൾ ഉണ്ട് എന്ന് അറിയിക്കാൻ ഇതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ 2 വ്യക്തിത്വങ്ങളാണ് പ്രിയപ്പെട്ട സ്നേഹനിധിയും ജ്യേഷ്ഠ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട ഹമീദ് ഹാജിക്കയുടെ പിതാവിന് പകരം പിതാവായി ജീവിച്ച ഹമീദ് ഹാജിക്കയുടെ പ്രിയപ്പെട്ട മകൻ അഷ്റഫ് ഹാജിയും, അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരു തലമുറയുടെ അധ്യായത്തിന്റെ അവസാന വാക്കായി മാത്രം നിലനിൽക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തലമുറയിലെ എല്ലാവരും ഓരോരോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ വിട പറഞ്ഞു പോയപ്പോ ഒരാൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട ബഷീർ ചയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമുക്കറിയാം, ഈ കുടുംബത്തിലെ നന്മയുടെ വഴിധാരകളായി, നന്മയുടെ വഴികളായി ജീവിച്ച ബഹുമാനപ്പെട്ട CH കുഞ്ഞബ്ദുള്ള ഹാജി എന്ന ദീനിനിഷ്ഠയുള്ള കർമ്മനിഷ്ഠയുള്ള ഒരു മനുഷ്യനെ ഫോളോ ചെയ്ത് ജീവിച്ച അനുജന്മാർ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി മുഹമ്മദ് അസ്ലം അനുസ്മരണ പ്രഭാഷണം നടത്തി. മാട്ടുമൽ ഹസൻ ഹാജി, ഫാൻസി മുഹമ്മദ് കുഞ്ഞി, CH മുത്തലീബ്, കല്ലായി ഹാഷിം, മൂസ CH, ജലീൽ ക്വാളിറ്റി, CH നദീർ എന്നിവർ സംസാരിച്ചു. മദ്രസ പൊതുപരീക്ഷയിൽ വിജയം കൈവരിച്ച തലമുറ കുടുംബത്തിലെ 49 കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിച്ചു. ജനറൽ സെക്രട്ടറി സുലൈമാൻ സ്വാഗതവും സെക്രട്ടറി അഷ്റഫ് കണിച്ചിറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KGOA വജ്ര ജൂബിലി സമ്മേളന വിളംബരമായി പതാകാ ദിനം ആചരിച്ചു.
കാഞ്ഞങ്ങാട് ഏരിയയിൽ കാഞ്ഞങ്ങാട് ടൗൺ യൂണിറ്റിന് കീഴിൽ 2 കേന്ദ്രങ്ങളിലും പെരിയ യൂണിറ്റിന് കീഴിൽ 2 കേന്ദ്രങ്ങളിലുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. KGOA വജ്രജൂബിലി സമ്മേളന വിളംബരമായി പതാക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ഏരിയയിൽ കാഞ്ഞങ്ങാട് ടൗൺ യൂണിറ്റിന് കീഴിൽ 2 കേന്ദ്രങ്ങളിലും പെരിയ യൂണിറ്റിന് കീഴിൽ 2 കേന്ദ്രങ്ങളിലുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി മധു കരിമ്പിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ 8 യൂണിറ്റുകളിലായി ഓരോ യൂണിറ്റിലും 2 വീതം അങ്ങനെ 16 കേന്ദ്രങ്ങളിൽ നമ്മൾ പതാക ദിനം ആചരിക്കുകയാണ്. നമ്മുടെ സംഘടന ഗസറ്റഡ് മേഖലയിലുള്ള സംഘടനയാണ്. ഗസറ്റഡ് മേഖലയിലുള്ള ജീവനക്കാർ പൊതുവെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമരത്തിലും പങ്കുചേരില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബോധമായിരുന്നു നമ്മുടെ സംഘടന രൂപീകരിക്കുന്നതിന് മുന്നേ. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ തൊഴിലെടുക്കുന്നവൻ്റെ അവകാശ പോരാട്ടങ്ങളുടെ പങ്കാളികളാവാനും അതിനുള്ള സംഘടനകളുടെ ഭാഗമാകാനും ആ സംഘടനയുടെ അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ട വിഭാഗമാണ് നമ്മളെന്നുള്ള തിരിച്ചറിവിൽ കൂടിയാണ് ഈ കഴിഞ്ഞ 60 വർഷക്കാലത്തെ നമ്മുടെ സംഘടനയുടെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സംഘടന രൂപീകൃതമാകുന്ന സമയത്ത് നമ്മൾ സമരത്തിൽ പങ്കെടുക്കില്ല, സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് ബൈലോയിൽ എഴുതി കൊടുത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് അംഗീകാരം കിട്ടിയത്. ഏരിയ സെക്രട്ടറി സച്ചിൻ രാജ് PV സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ഷൈന A അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷാനജ് PV സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജീവിതം നശിപ്പിക്കുന്ന സകലവിധ ലഹരികൾക്കെതിരെ റിട്ടേൺ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സെമിനാർ നടന്നത്. ജീവിതം നശിപ്പിക്കുന്ന സകലവിധ ലഹരികൾക്കെതിരെയുമാണ് റിട്ടേൺ സെമിനാർ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു സെമിനാർ നടന്നത്. ഡോക്ടർ സന്ദീപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വഴികളിലേക്കും വഴിമാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ പുതുതലമുറയുടെ, നമ്മുടെ യുവതലമുറയുടെ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു അർത്ഥപൂർണമായിട്ടുള്ള ഒരു തലത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് പലപ്പോഴും വഴിമാറി പല ചിന്തകളും പല സ്വഭാവങ്ങളും ശീലങ്ങളും ഇവിടെ ലഹരിയോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നു. ലഹരി, അത് മൊബൈൽ ഫോണിൻ്റെ ലഹരി, പിന്നെ ഈ ലഹരി മരുന്നുകളുടെ, ലഹരി വസ്തുക്കളുടെ ലഹരി. ഞാനൊരു മാനസികാരോഗ്യ വിദഗ്ധനാണ്, ഒരു സൈക്യാട്രിസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇതിനടിമപ്പെട്ട പലരും മിക്ക ദിവസങ്ങളിലും നമ്മുടെ കൺസൾട്ടേഷനിൽ ഡിപ്രഷനും ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, വിഷാദരോഗവും കാര്യങ്ങളുമായിട്ട് വരുന്നവരിലൊരു നല്ലൊരു ശതമാനം ആൾക്കാരും ഇതുപോലുള്ള പല ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനും ലഹരി വസ്തുക്കളുടെ പ്രയാസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അനേകരുണ്ട്. ഞാൻ ഇവിടെ വേദിയിലിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ ആരുടെ കഥയാണ് പറയട്ടെ. ഓരോ ദിവസവും ഒരുപാട് കഥകൾ ഞങ്ങൾക്ക് കേൾക്കാറുണ്ട്. രംഗീഷ് കടവത്ത്, ജോമോൻ ഫാഗിയോസ്, ഡോക്ടർ B സന്ദീപ് എന്നിവർ ക്ലാസ് എടുത്തു. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മൊബൈൽ അഡിക്ഷൻ, മാനസികാരോഗ്യം എന്നീ വിഷയങ്ങളിൽ ബോധവൽക്കരണവും ആവശ്യമായ ഗൈഡൻസും ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ ആസക്തി എന്നിവയ്ക്ക് ആവശ്യമായ ഗൈഡൻസും നൽകി. ബിനു പ്ലാക്കൂട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. റിട്ടേൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ദിനേശ് ബാബു റിട്ടേൺ പരിചയപ്പെടുത്തി. സുനിൽ കുഞ്ഞുമോൻ സ്വാഗതവും പ്രിൻസ് ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്.
വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിൽ മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ ആശങ്ക രേഖപ്പെടുത്തി ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കാഞ്ഞങ്ങാട് RDO മനോജ് KR ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ മഴ പെയ്താൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ ആശങ്ക രേഖപ്പെടുത്തി ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കാഞ്ഞങ്ങാട് RDO മനോജ് KR ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിൽ വെള്ളമുണ്ടായി, കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഇന്നും ആ ഭാഗത്ത് തുടർച്ചയായിട്ട് അത് താൽക്കാലികമായിട്ട് ചെയ്തെങ്കിലും വീണ്ടും അതേ സ്ഥലങ്ങൾക്ക് വീണ്ടും വെള്ളമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർപ്രവർത്തനങ്ങൾ NHAയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കൽ ടീം പരിശോധിച്ചിട്ട് അതിലൂടെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാനുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് അതിൻ്റെ തുടർപ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. ആ ഭാഗങ്ങൾ വരുന്ന വില്ലേജർമാരും മറ്റേ സെക്രട്ടറിമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആ സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സർക്കാർ നമ്മൾ ആ ഭാഗത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധ എപ്പോഴും ആ ഭാഗത്ത് ഉണ്ടാവണം. എനിക്ക് പീലിക്കോട് മറ്റേ ചെറുതോ പഞ്ചായത്ത് അല്ലേ, പീലിക്കോട് പഞ്ചായത്താണ് വരിക. അപ്പോൾ അക്കാര്യം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളരിക്കുണ്ട് തഹസിൽദാർ ഷെർലി രാജപ്പൻ, ഹോസ്ദുർഗ് തഹസിൽദാർ പ്രേമാനന്ദൻ, RDO സീനിയർ സൂപ്രണ്ട് ബിജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 36 വർഷത്തെ സേവനത്തിന് ശേഷം കേരള ദിനേശ് PD ഹൊസ്ദുർഗ് സംഘത്തിലെ അലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് വിരമിച്ച VV ലക്ഷ്മിക്ക് യാത്രയയപ്പ് നൽകി. സംഘം മുൻ പ്രസിഡന്റ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. 36 വർഷത്തെ സേവനത്തിന് ശേഷം കേരള ദിനേശ് PD ഹോസ്ദുർഗ് സംഘത്തിലെ അലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്ന് വിരമിച്ച VV ലക്ഷ്മിക്ക് യാത്രയയപ്പ് നൽകി. സംഘം മുൻ പ്രസിഡന്റ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നന്ന കുറഞ്ഞു, എന്നാലും ഇത് വിട്ടുപോകാതെ ലക്ഷ്മി ഈ 36 വർഷവും ദിനേശ് PD സ്ഥാപനത്തിന് വേണ്ടിയും സ്ഥാപനത്തിലെ തൊഴിലാളി എന്ന നിലയിലും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. 58 വയസ്സ് തികയുമ്പോൾ സ്ഥാപനത്തിനകത്ത് പിരിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് 58 വയസ്സ് തികയുമ്പോൾ സ്ഥാപനത്തിനകത്ത് പിരിഞ്ഞേ മതിയോ? അതൊരു നിയമമാണ്. ആ നിയമത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ പിരിയുന്നത്. അപ്പം ലക്ഷ്മി പിരിയുമ്പോൾ സ്ഥാപനം വളരെ പ്രയാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പിരിയുന്ന തൊഴിലാളികൾക്ക് യഥാസമയം ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. TV ബേബി അധ്യക്ഷത വഹിച്ചു. KP നാരായണൻ, KP ഹരിദാസ്, K മോഹനൻ, K കുമാരൻ, P ജാനു, K സരോജിനി എന്നിവർ സംസാരിച്ചു. TK ഗീത സ്വാഗതം പറഞ്ഞു. VV ലക്ഷ്മി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മമ്പ ഉൽ ഹിദായ സെക്കൻഡറി മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSF പട്ല പഞ്ചദിന ഇസ്ലാമിക് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. അറിവും മൂല്യബോധവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ ക്യാമ്പിലൂടെ പൂർത്തീകരിച്ചത്. മമ്പ ഉൽ ഹിദായ സെക്കൻഡറി മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSF പട്ല സംഘടിപ്പിച്ച പഞ്ചദിന ഇസ്ലാമിക് സമ്മർ ക്യാമ്പ് ശ്രദ്ധേയമായി. കേവലം മതപരമായ അറിവുകൾ മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധതയും വ്യക്തിത്വ വികാസവും ഈ ക്യാമ്പിന്റെ പ്രത്യേകതയായിരുന്നു. മദ്രസ പ്രസിഡന്റ് അഷ്റഫ് കുമ്പളയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച സമാപന സെഷൻ പട്ല ജമാഅത്ത് ഖത്തീബ് അബ്ദുൽ നാസർ ഫൈസി ബെർവം ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ഖുർആൻ ലേണിംഗ് സെന്റർ ഇൻചാർജ് റബി ഉദ്ദീൻ റബ്ബാനി പ്രാർത്ഥന നടത്തി. OSF ജനറൽ സെക്രട്ടറി BM ഹാരിസ് സ്വാഗതം പറഞ്ഞു. പുതിയ അറിവുകൾ നേടിയും നല്ല സൗഹൃദങ്ങൾ പങ്കുവച്ചും ഈ വർഷത്തെ സമ്മർ ക്യാമ്പിന് പരിസമാപ്തി കുറിച്ചു.
ചടങ്ങിൽ OSF ഭാരവാഹികളായ ഇബ്രാഹിം ബാവുട്ടി, മഷൂദ്, സുൽത്താൻ മഹ്മൂദ്, MS മുഹമ്മദ് ഹാജി, PP കുഞ്ഞിമാഹിൻകുട്ടി, ഇസ്മായിൽ സാന്താക്രൂസ്, ബീരാൻ ബഷീർ, സീതി കുഞ്ഞി, MH മുഹമ്മദ്, ബീരാൻ ഹാജി, റസാഖ് ഹാജി, മുഹമ്മദ് സാന്താക്രൂസ്, മദ്രസ അധ്യാപകർ, പള്ളി മദ്രസ ഭാരവാഹികൾ എന്നിവ സംബന്ധിച്ചു. വിനോദവും വിജ്ഞാനവും സമ്മാനിച്ച ഈ അവധിക്കാല ക്യാമ്പിന് പ്രഗത്ഭ ട്രെയിനർമാരായ ഷമീം ഹുദവിയും സ്വലാഹുദ്ദീൻ സഅദിയുമാണ് നേതൃത്വം നൽകിയത്. അറിവിന്റെ പുതിയ അനുഭവങ്ങളിലേക്ക് ഒരു യാത്ര എന്ന ആപ്തവാക്യത്തോടുകൂടി OSF പട്ള സംഘടിപ്പിച്ച ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിയ പഞ്ചദിന ക്യാമ്പ് അതിമനോഹരമായ രീതിയിൽ ഇന്ന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. വ്യത്യസ്ത രീതിയിലുള്ള അറിവുകൾ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കാൻ അവരുടെ ഉള്ളിലുള്ള കഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തെടുത്തുകൊണ്ട് അവർക്ക് ഈ സമുദായത്തിൽ ആവശ്യകരമായ രീതിയിലുള്ള അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാൻ ഒരു ക്യാമ്പിലൂടെ നമുക്ക് സാധിച്ചു എന്നതിൽ നമ്മളൊക്കെ കൃതാർത്ഥരാണ്. ഇൻഷാ അല്ലാഹ് ഓരോ മഹല്ല് കമ്മിറ്റിക്കാരും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെയും നമ്മുടെ കൗമാരക്കാരെ പ്രത്യേകം അവരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഉത്ബോധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയാൽ നമ്മുടെ തലമുറ ലഹരിയിൽ നിന്നും അതുപോലെ തന്നെ വഴിതെറ്റിപ്പോകുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് രക്ഷ നേടാമെന്ന ഒരു വലിയ സന്ദേശമാണ് OSF പട്ള ഇവിടെ നമ്മൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഓരോ മഹല്ലുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുക. അല്ലാഹു ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും OSF പട്ളയ്ക്ക് വേണ്ടി നേരുകയാണ്. നമ്മുടെ പഞ്ചദിന ക്യാമ്പ് എന്നതോട് സമാപിക്കുകയാണ്. എന്താണ് ഈ ക്യാമ്പ് കൊണ്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിലെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുക, അവരേറ്റവും നല്ല ഒരു സ്വഭാവമുള്ള ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു വിഭാഗമാക്കി മാറ്റാനുള്ളതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ക്യാമ്പുകളിൽ നമ്മൾ 5 ദിവസത്തിൽ ഓരോ ദിവസവും ഓരോ വിഷയത്താസ്പദമാക്കിയിട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളൊക്കെ മെന്റലിസം, ഹിപ്നോട്ടിസം, അവരിലുള്ള കഴിവുകൾ എന്താണെന്നുള്ള കണ്ടെത്തി എങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് വളരാം ഒക്കെ എല്ലാ നിലക്കും ആ കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പായിരുന്നു നടന്നത്. അൽഹംദുലില്ലാ അതൊരു വലിയ മാറ്റം ആ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ ഓരോ മഹല്ലുകൾ ഏറ്റെടുത്ത് നടത്തണം. നമ്മുടെ പട്ളയിലുള്ള OSF ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനാണ് ഇത് നടത്തിയത്. അവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കാൻ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമാണ്. അറിവും മൂല്യബോധവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് OSF പട്ള പഞ്ചദിന ഇസ്ലാമിക് സമ്മർ ക്യാമ്പിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവീകരിച്ച മുളിയാറിലെ മൗലാന അബ്ദുൽ കലാം ആസാദ് മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ആസ്തി വികസന നിധിയിൽ നിന്നുള്ള 15 ലക്ഷം രൂപ ചെലവിലാണ് സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട നവീകരണം നടത്തിയത്. അധികൃതരുടെ അവഗണനയെ തുടർന്ന് വർഷങ്ങളായി ശോച്യാവസ്ഥയിലായിരുന്ന മുളിയാർ മിനി സ്റ്റേഡിയം പുതുമോടിയിൽ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ആസ്തി വികസന നിധിയിൽ നിന്നുള്ള 15 ലക്ഷം രൂപ ചെലവിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ സ്മരണാർത്ഥമുള്ള മിനി സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട നവീകരണം നടത്തിയത്. കവാടം, ചുറ്റുമതിൽ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ പണിതത്. ബോവിക്കാനം BAR ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള സ്റ്റേഡിയത്തിന്റെ പരിതാപകരമായ അവസ്ഥ കായികപ്രേമികളെ ഏറെ നിരാശരാക്കിയിരുന്നു. മുൻകാലങ്ങളിൽ നിരവധി കലാകായിക പരിപാടികൾ നടന്ന മുളിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള മൈതാനമാണ് അധികൃതരുടെ അവഗണനയെ തുടർന്ന് ഉപയോഗശൂന്യമായിരിക്കുന്നത്. സ്വാതന്ത്ര്യസമര സേനാനിയും സഹകാരിയുമായിരുന്ന മേലത്ത് നാരായണൻ നമ്പ്യാർ മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ 1976 കായിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് 3 ഏക്കറോളം സ്ഥലത്ത് മൈതാനമൊരുക്കിയത്. നവീകരിച്ച മുളിയാർ മിനി സ്റ്റേഡിയം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജസ്ന മനാഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അനീസ മൻസൂർ മല്ലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ശാന്തിനി ദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK പുഷ്പകുമാരി, BC കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബോവിക്കാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷയ്ക്ക് 99.47% വിജയം. 20,527 പേർ പരീക്ഷ എഴുതിയതിൽ 20,418 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 1,193 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ജംഗ്ഷനിൽ തലപ്പാടി ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ KSRTC ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറാതെ അണ്ടർപാസിന് സമീപം നിർത്തുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നു. ഹൈവേ വികസനം വന്നതോടെ അണ്ടർപാസിന് സമീപം ബസ്സുകൾ അലക്ഷ്യമായി നിർത്തുന്നത് മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നിസ്വ വിമൻസ് അക്കാദമി ഇട്ടമ്മൽ കൊളവയൽ സംഘടിപ്പിച്ച വനിതാ സംഗമം വിവിധ പരിപാടികളോടെ ശ്രദ്ധേയമായി. വിദ്യാഭ്യാസം, ആത്മീയത, സാമൂഹിക ബോധവൽക്കരണം എന്നിവ സമന്വയിപ്പിച്ച സംഗമം വനിതകളുടെ വലിയ പങ്കാളിത്തത്തിന് വേദിയായി. ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണവും മഴക്കാല പൂർവ്വ ശുചീകരണവും സംഘടിപ്പിച്ചു. ആറങ്ങാടിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ മടിയൻകോലം കലശോത്സവം മെയ് 22, 23 തീയതികളിൽ നടക്കും. ഓലകൊത്തൽ ചടങ്ങ് 19 നടക്കും. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടന്ന സംസ്ഥാന മാർഷൽ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന വുഷു മത്സരം ശ്രദ്ധേയമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.